dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന BA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമ്മിന് വരുന്ന കോർ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ പേപ്പർ. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റാർട്ടിംഗ് ആണ്, ഇത് നമ്മളെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക്. അതിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തേത് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട്, ഒരു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, the word communication is derived from the Latin word communicare, which means to transmit or impart or convey. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദം ഉരുത്തിരിഞ്ഞു വന്നത്, ഡിറൈവ് ചെയ്തു വന്നത് കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതായത് ഈ ലാറ്റിൻ പദത്തിന് അർത്ഥം വിച്ച് മീൻസ് ടു ട്രാൻസ്മിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിക്കുക, ട്രാൻസ്മിഷൻ. അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗിവ്, നൽകുക. അതല്ലെങ്കിൽ കൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അർത്ഥം വരുന്ന കൺവേ എന്നോ ഇമ്പാർട്ട് എന്നോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് എന്നോ അർത്ഥം വരുന്ന കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കമ്മ്യൂണിക്കേഷൻ ഡിറൈവ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആക്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് നോളേജ്, കോൺസെപ്റ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും ഒരാളിൽ നിന്നും നോളേജ്, അറിവോ അല്ലെങ്കിൽ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, ഇയാളിൽ നിന്നും അയാളിലേക്ക് എത്തിക്കുക. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ് ട്രാൻസ്മിറ്റിംഗ് നോളേജ്, കോൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇറ്റ് ഇൻവോൾവ്സ്, കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നു എന്തെല്ലാമാണ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്? കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ, റിസീവർ, മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഡ്യൂറിങ് എ കോൺവേഴ്സേഷൻ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാന എക്സാമ്പിൾ ആണ് കോൺവേഴ്സേഷൻ, സംഭാഷണം എന്നുള്ളത്. ഇനി ഒരു സംഭാഷണം നടക്കുമ്പോൾ ദ സ്പീക്കർ ഈസ് ദ സോഴ്സ്, അതിൽ ആരാണോ സംസാരിക്കുന്നത് അയാളാണ് സോഴ്സ്, അതുപോലെ തന്നെ അയാളാണ് സെൻറ്റർ. സോഴ്സും അയാളാണ്, സെൻറ്ററും അയാളാണ്. ആൻഡ് ദ ലിസണർ ഈസ് ദ ഓഡിയൻസ്, ആരാണോ സംസാരം കേൾക്കുന്ന ആളെയാണ് നമ്മൾ ഓഡിയൻസ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ റിസീവർ. ദ സ്പോക്കൺ വേർഡ്സ്, ഇനി അവിടെ ഉപയോഗിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ, അല്ലേ? വാക്കുകൾ, സ്പോക്കൺ വേർഡ്സ് സെർവ്സ് ആസ് ദ ചാനൽ ഫോർ ദ മെസ്സേജ്. അപ്പോൾ അതാണ് മെസ്സേജിൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള മെസ്സേജ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള മെസ്സേജ് നിങ്ങളിലേക്ക് വരിക. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള മെസ്സേജ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ഊതിയാൽ പോരല്ലോ. എന്ത് ചെയ്യണം?
അത് പറയുന്നേ വേണം. അപ്പോൾ അതിന് എൻ്റെ ഉള്ളിലുള്ള മെസ്സേജിന് നിങ്ങളിലേക്ക് വരണമെങ്കിൽ അതിനൊരു ചാനൽ വേണം, ഒരു മാർഗം വേണം. ആ മാർഗമാണ് എന്ത്? വേർഡ്സ് കേട്ടോ. അപ്പോൾ വേർഡ്സ് ആണ് ചാനൽ. The spoken words serves as the channel for the message. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു 2 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. ഇനി നോക്കൂ, അടുത്തതായിട്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്തെല്ലാം സവിശേഷതകളാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപ് കമ്മ്യൂണിക്കേഷൻ്റെ ഏതാനും ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെക്കുകയായി കേട്ടോ. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡെഫിനിഷൻസ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രത്യേകതയൊന്നുമില്ല, കുറച്ച് ഡെഫിനിഷൻസ് ആണ്, അത് അതുപോലെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ സവിശേഷതകൾ? ബേസ്ഡ് ഓൺ ദി ഡെഫിനിഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഡെഫിനിഷൻസിനെ അടിസ്ഥാനമാക്കി ഇറ്റ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. കമ്മ്യൂണിക്കേഷന് താഴെ പറയുന്ന സവിശേഷതകളുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെഫിനിഷൻസ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഡെഫിനിഷൻസ് പറയാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിസ്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷന് താഴെ പറയുന്ന ഫങ്ഷൻസ്, സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 1, ഇവിടെ മൊത്തം 5 എണ്ണമാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തേത്, കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം എ ലോജിക്കൽ പ്രോസസ്. ഒന്നാമത്തേത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒരു ലോജിക്കൽ പ്രോസസ് ആണെന്നാണ്. നമുക്ക് വേണമെങ്കിൽ 1 നമ്പർ ഇട്ടിട്ട് ഒരു ടൈറ്റിൽ ഹെഡ് ആയിട്ട് വേണമെങ്കിൽ ലോജിക്കൽ പ്രോസസ് കൊടുക്കാം. പക്ഷെ അവിടെ കൊടുത്തിട്ടില്ല, ടെക്സ്റ്റിലും കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒരു ലോജിക്കൽ പ്രോസസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുക്തിയുള്ള പ്രവൃത്തിയാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം എ ലോജിക്കൽ പ്രോസസ്, കമ്മ്യൂണിക്കേഷൻ ഒരു യുക്തിയുള്ള പ്രവൃത്തിയാകും എപ്പോ? ഓൺലി വെൻ ദ റിസീവർ കോംപ്രിഹെൻഡ്സ് ദ ടോപ്പിക്. അതായത് ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു സെൻഡർ ഒരു റിസീവറിനോട് ഒരു കാര്യം പറയുമ്പോൾ റിസീവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ, കോംപ്രിഹെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാവാനാണ്. ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നവന് കാര്യം എന്താണെന്ന് പിടികിട്ടി കഴിഞ്ഞാൽ, കേൾക്കുന്നവൻ കാര്യം എന്താണെന്ന് കോംപ്രിഹെൻഡ് ചെയ്താൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ലോജിക്കൽ പ്രോസസ് ആയിട്ട് മാറുന്നു. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ ചുരുക്കം എന്താ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദി മെസ്സേജസ് സോഴ്സ്. അതായത് ഒരു സന്ദേശം, ആ സന്ദേശത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആള്. ആ പറയുന്ന ആള് അയാൾക്ക് അറിയുന്ന കാര്യത്തെ, അണ്ടർസ്റ്റാൻഡിങ്, അയാളുടെ ധാരണയെ അറിയുന്ന കാര്യത്തെ അയാൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പറഞ്ഞയക്കുന്നു. ആരിലേക്ക്? ടു ഇറ്റ്സ് റെസിപ്പിയന്റ്. ആരിലേക്ക്? ഒരു റിസീവറിലേക്ക്, സ്വീകരിക്കുന്ന ആള്, അതാണ് റെസിപ്പിയന്റ്. അതായത് എൻ്റെ അടുത്തുള്ള മെസ്സേജ്, ആ മെസ്സേജിന്റെ സോഴ്സ് ഞാനാണ്. ഈ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ, എനിക്കറിയുന്ന കാര്യത്തെ, എൻ്റെ ധാരണയെ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് പകരുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പം എന്താ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു വ്യക്തിയുടെ ധാരണ, അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് അവിടെ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഒരാൾക്ക് മനസ്സിലായ കാര്യം, അത് ആർക്ക്? ഫ്രം ദി മെസ്സേജസ് സോഴ്സ്. അതായത് ആ മെസ്സേജിന്റെ സോഴ്സ്, ആ മെസ്സേജിന്റെ ഉറവിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണോ പറയുന്നത് ആ വ്യക്തി അയാൾക്ക് മനസ്സിലായ കാര്യം മറ്റുള്ളവരിലേക്ക്, മറ്റുള്ളവരാണ് ആര്? റെസിപ്പിയന്റ്. സ്വീകരിക്കുന്ന ആള് റിസീവറിലേക്ക് എത്തിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ.
അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ലോജിക്കൽ പ്രോസസ്സാണ്. എപ്പോൾ മാത്രം ഒരു വ്യക്തി മറ്റൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നവന് അത് മനസ്സിലാവണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു ലോജിക്കൽ പ്രോസസ്സാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നാമത്തെ സവിശേഷത. പോയിന്റ് കുറിച്ച് വെക്കുക, ലോജിക്കൽ പ്രോസസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി രണ്ടാമത്തേത്, കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ്. അടിവരയിട്ട് വെക്കുക, ടു വേ പ്രോസസ്. നേരത്തേത് ലോജിക്കൽ, ഇവിടെ അടിവരയിടേണ്ട രണ്ടാമത്തെ സവിശേഷത ടു വേ പ്രോസസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടു വേ പ്രോസസ്സാണ്. അതായത് പറയുന്ന ആളും വേണം, സെൻറ്ററും വേണം, കേൾക്കാൻ ഒരു റിസീവറും വേണം. ഒരാളൊരു കാര്യം അങ്ങോട്ട് പറയുന്നു, അത് കേട്ടത് പ്രോസസ്സ് ചെയ്ത് റിസീവർ എന്ത് ചെയ്യുന്നു, അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുക്കുക, അവിടെ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ടു വേ പ്രോസസ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ്, അത് മനസ്സിലാക്കി വെക്കുക, ടു വേ പ്രോസസ്. ദിസ് ഫോക്കസസ്. എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഇവിടെ എടുത്തു പറയുന്നത് എന്താ? ഓൺ ദി ഫീഡ്ബാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഫീഡ്ബാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ പറയാം, മറ്റുള്ള ആളിങ്ങനെ വെറുതെരിക്കാന്നല്ല. ടു വേ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടും പറയണം, അവിടുന്ന് ഫീഡ്ബാക്ക് വരണം. അതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ ഫീഡ്ബാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ മെസ്സേജ് ഓഫ് ദ സെൻഡർ മസ്റ്റ് ഒബ്റ്റെയിൻ. അതായത് മെസ്സേജ് ഓഫ് ദ സെൻഡർ ഉണ്ടല്ലോ, അതായത് പറയുന്ന ആള്, ആ പറയുന്ന ആളുടെ മെസ്സേജിന് മസ്റ്റ് ഒബ്റ്റെയിൻ റെസ്പോൺസ് ഓഫ് ദ റെസിപ്പിയന്റ്. അതായത് ആ മെസ്സേജ് റെസിപ്പിയന്റ് ഉണ്ടല്ലോ, അത് സ്വീകരിച്ച ആള് അയാളുടെ മറുപടി വരണം. അതാണ് കാരണം ദ മെസ്സേജ് ഓഫ് ദ സെൻഡറുടെ മെസ്സേജിന് മസ്റ്റ് ഒബ്റ്റെയിൻ, നിർബന്ധമായിട്ടും കിട്ടണം റെസ്പോൺസ് ഓഫ് ദ റെസിപ്പിയന്റ്. ആരാണോ ആ മെസ്സേജ് റിസീവ് ചെയ്തത് അയാളുടെ റിപ്ലൈ അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസ് കിട്ടണം. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഒരു ടു വേ പ്രോസസ്സാണ്. മൂന്നാമത്തേത്, എവറി കമ്മ്യൂണിക്കേഷൻ ഹാസ് എ ഗോൾ ഓർ ദ ഇന്റൻഷൻ ഓഫ് ഇവോക്കിംഗ് റെസ്പോൺസ് ഫ്രം ദ റിസീവർ. അതായത് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം, ഏതൊരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു ലക്ഷ്യമുണ്ട്. ആസ് എ ഗോൾ എല്ലാ കമ്മ്യൂണിക്കേഷനും എന്തുണ്ട്? ലക്ഷ്യമുണ്ട്. എന്താണത്? ഓർ ദ ഇന്റൻഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് പിറകില് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഇന്റൻഷൻ? ഇവോക്കിംഗ് റെസ്പോൺസ് ഫ്രം ദ റിസീവർ. റിസീവറിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാക്കുക. ഏകദേശം ഇതന്നെയാണ് രണ്ടാമത്തെയും പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ ഫീഡ്ബാക്ക് എന്നുള്ളൊരു പദം പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ലേശം മാറ്റം വരുത്തി. ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇവോക്ക് റെസ്പോൺസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവോക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും എന്തായാലും ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്, ഇവോക്ക് റെസ്പോൺസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ടു വേ പ്രോസസ് എന്നാണെങ്കിൽ ഇവിടെ ഇവോക്ക് റെസ്പോൺസ് ആണ്. അതായത് റെസ്പോൺസ് ഇവോക്ക് ചെയ്യണം, ആ ഇവോക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് കേട്ടവൻ, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരാളെ പോയിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ പോയിട്ട് തെറി വിളിച്ചാൽ അവിടെ എന്ത് ചെയ്യും? എന്തായാലും അവിടെ റെസ്പോൺസ് ഇവോക്ക് ചെയ്യും. ഒന്നുകിൽ അയാളുടെ വായിലൂടെ വരും, അല്ലെങ്കിൽ അയാളുടെ കൈ കൊണ്ട് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അത്തരത്തിലാണ് അവിടെ എന്ത് ചെയ്തത്? കമ്മ്യൂണിക്കേഷൻ നടന്നത്. അപ്പൊ ഇവിടെ നമ്മളെ അപ്പോൾ ആ രീതിയിൽ, കാരണം കണ്ടവന്റെ തല്ലും വായിലിരിക്കുന്ന വാങ്ങണം നല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം ഒരു സവിശേഷത, കാരണം റെസ്പോൺസ് ഇവോക്ക് ചെയ്യാം, കേൾക്കുന്നവനിൽ നിന്നും പ്രതികരണം ഉണ്ടാക്കുക. അതിനുള്ളൊരു കഴിവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നാലാമത്തേത്, ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ഒക്കർ. നാലാമത്തേത്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, ഇതാണ് നാലാമത്തേത്. നാലാമത്തെ പോയിന്റ്, എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ there should have the presence of a minimum of two individuals.
അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ കുറഞ്ഞത് 2 വ്യക്തികളെങ്കിലും വേണം എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇതൊക്കെ ടെക്സ്റ്റിൽ പോയിന്റ് ഇട്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫീച്ചേഴ്സ് ഞാനിങ്ങനെ പോയിന്റ് ഇട്ടിട്ട് തന്നെ ആക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ മിനിമം 2 ആള് വേണം. ആരൊക്കെയാണ് 2 ആള്? ഒന്ന് ദ സെൻഡർ, അടുത്ത ആള് ദ റിസീവർ. അതായത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കൂല, ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ എനിക്ക് കേൾക്കാൻ ഒരാൾ വേണം. അതന്നെയാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ മിനിമം റിക്വയേഴ്സ്. ഇതാണ് 4ാമത്തെ പോയിന്റ്. അപ്പൊ എന്താ 4ാമത്തെ പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്? മിനിമം റിക്വയർമെന്റ്. ഇതാണ് 4. അപ്പോൾ മിനിമം റിക്വയർമെന്റ് ആണ് 4. എന്താണ് മിനിമം റിക്വയർമെന്റ്? എന്താ? there should have at least 2 individuals. കുറഞ്ഞത് 2 ആളുകളെങ്കിലും വേണം. there should have the presence of a minimum of 2 individuals, the sender and the receiver. 5ാമത്തേത്, the process of communication is circular. ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു സർക്കുലർ ആണ്. എന്താണ്? ഒരു സർക്കുലർ ആണ്. അതായത് അതൊരു സർക്കിൾ ചെയ്യുന്നതാണ്. സർക്കുലർ അതായത് ഇങ്ങനെ ചുറ്റുന്നത്, ഇങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദ പ്രോസസ് ബിഗിൻസ് വിത്ത് ദ സെൻഡേഴ്സ് മെസ്സേജ്. ഈ പ്രോസസ്സ് തുടങ്ങുന്നത് സെൻഡറുടെ മെസ്സേജോട് കൂടി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് തുടങ്ങുന്നു. ആൻഡ് പ്രോഗ്രസസ് ത്രൂ എ നമ്പർ ഓഫ് ഫേസസ്. ശേഷം ഏതാനും ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. ബിഫോർ കമ്മിങ് ടു ആൻ എൻഡ് വിത്ത് ദ റെസ്പോൺസ് ഫ്രം ദി റെസിപ്പിയന്റ് ഓഫ് ദ മെസ്സേജ്. മെസ്സേജ് റിസീവ് ചെയ്ത ആളിൽ നിന്നുമുള്ള പ്രതികരണം, ആ പ്രതികരണത്തോടു കൂടി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നു. അതാണ് അത് സർക്കുലർ എന്ന് പറഞ്ഞത്. ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ അവസാനിക്കും. അപ്പൊ അത് ബിഗിൻ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ദ മെസ്സേജ് ഓഫ് ദ സെൻഡർ. അതിനുശേഷം എന്ത് ചെയ്യാണ്? പ്രോഗ്രസസ് ത്രൂ എ നമ്പർ ഓഫ് ഫേസസ്. ഏതാനും ഘട്ടങ്ങളിലൂടെ എങ്ങനെ എന്ത് ചെയ്യും? അതൊന്നിങ്ങനെ കറങ്ങും, അല്ലെ? ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചില ഘട്ടങ്ങളിലൂടെയൊക്കെ അതൊന്ന് സഞ്ചരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? റിസീവറുടെ റെസ്പോൺസോട് കൂടി അത് എൻഡ് ചെയ്യും. കാരണം എന്തായി കഴിഞ്ഞാലും അത് എൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം? റിസീവറുടെ റെസ്പോൺസ് വേണം. അപ്പൊ മൊത്തം 3 കാര്യങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കേണ്ടത് സർക്കുലർ എന്നുള്ളതാണ്. സർക്കുലർ എന്ന് പറഞ്ഞാല് തുടക്കം എവിടെയാണ്? സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന് തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. അപ്പൊ ഇതിന്റെ സർക്കുലർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ സെൻഡേഴ്സ് മെസ്സേജാണ്. അങ്ങനെ അത് ഏതാനും ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ പോകും. ഒടുക്കം എന്ന് പറയുന്നത് റെസിപ്പിയന്റിന്റെ റെസ്പോൺസ് ആണ്. അപ്പൊ ഇതാണ് 4 സവിശേഷതകൾ പറയാനുള്ളത്. അപ്പൊ പോയിന്റ്സ് ഓർക്കുകയാണെങ്കിൽ, ഒന്ന് ലോജിക്കൽ പ്രോസസ്, രണ്ടാമത്തേത് 2 വേ പ്രോസസ്, മൂന്നാമത്തേത് ഇവോക്കിംഗ് റെസ്പോൺസ്, നാലാമത്തേത് സർക്കുലർ എന്നുള്ളത്, നാലാമത്തേത് മിനിമം ഓഫ് 2 ഇൻഡിവിജ്വൽസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ മിനിമം 2 ഇൻഡിവിജ്വൽസ് വേണം. 5ാമത്തേത് സർക്കുലർ. അപ്പൊ നിങ്ങൾ ഈ പോയിന്റുകൾ 5 ഓർത്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് നമ്പർ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ്? കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ടും ദ മോസ്റ്റ് ബേസിക് ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ. കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷൻസ്, 1 ടു ഇൻഫോം, അറിയിക്കുക എന്നുള്ളതാണ്. 2 പെർസ്വേഡ്, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. 3 മോട്ടിവേറ്റ്, ആളുകൾക്ക് മോട്ടിവേഷൻ, പ്രചോദനം നൽകുക എന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണുള്ളത്. നമുക്കിനി ഓരോന്ന് നോക്കാം. 1 ടു ഇൻഫോം. The main purpose of communication is to convey information to other people.
മറ്റുള്ള ആളുകൾക്ക് ഇൻഫോർമേഷൻ കൺവേ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ പർപ്പസ്. അതുകൊണ്ടാണ് അത് ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇനി ഏതൊക്കെ തരത്തിൽ അറിവ് എത്തിക്കാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വെർബൽ ആവാം. വെർബൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡ്സ് ഉപയോഗിച്ചുള്ള, വാക്കുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വെർബൽ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വെർബൽ ആവാം, അതല്ലെങ്കിൽ ഓർ നോൺ വെർബൽ ആവാം. എന്താ നോൺ വെർബൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? വാക്കുകളല്ലാതെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സ്, ഒരാളെ കൈ കൊണ്ട് ഇങ്ങനെ മാടി വിളിക്കാം, അപ്പൊ ഇതുപോലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. അപ്പൊ എന്തായി കഴിഞ്ഞാലും ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക, ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രഥമ ധർമ്മം. ഇനി കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡൺ ത്രൂ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. എങ്ങനെയൊക്കെ നടത്താൻ പറ്റും? ത്രൂ വേരിയസ് മീഡിയ, പല മാധ്യമങ്ങളിലൂടെ, പല തരത്തില്, ഇൻക്ലൂഡിങ് ന്യൂസ് പേപ്പർ. കമ്മ്യൂണിക്കേഷന്റെ ഒരു മാധ്യമമാണ് ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ, സിനിമ എക്സെട്ര. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ മാധ്യമങ്ങളാണ്. അപ്പൊ മീഡിയ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് ആളുകളോട് പറയേണ്ട കാര്യം നമുക്ക് പത്രത്തിലൂടെ പറയാം. കാരണം പത്രം എന്ന് പറയുമ്പോൾ അതൊരു മാസ് മീഡിയ ആണ്, ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് എത്തും. അപ്പൊ ഇത് ഒന്നാമത്തെ ടു ഇൻഫോം. രണ്ടാമത്തെ ടു പേഴ്സ്വേഡ് എന്നുള്ളതാണ്. ആളുകളെ പറഞ്ഞു പ്രേരിപ്പിക്കുക, പറഞ്ഞു വിശ്വസിപ്പിക്കുക, നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ആളുകളെ ബോധിപ്പിക്കുക. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷനാണ്. നോക്കൂ, പേഴ്സ്വേഷൻ ഇൻവോൾവ്സ്. ഈ പേഴ്സ്വേഷൻ, പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസിങ് ആൻ ഇൻഡിവിജ്വൽ ടു അണ്ടർടേക്ക്, അതായത് നമ്മളൊരു വ്യക്തിയെ ബോധിപ്പിക്കലാണ് കൺവിൻസിങ്. ഒരാളെ നമ്മൾ ബോധിപ്പിക്കുക. എന്ത് ബോധിപ്പിക്കുക? ടു അണ്ടർടേക്ക് എ സ്പെസിഫിക് ആക്ഷൻ. ആ വ്യക്തിയെ കൊണ്ട് ഒരു പ്രത്യേക കാര്യം ചെയ്യിപ്പിക്കാം. ടു അണ്ടർടേക്ക് എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കാം, ഉത്തരവാദിത്വത്തോടെ. എ സ്പെസിഫിക് ആക്ഷൻ, അതായത് ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ അഡോപ്റ്റ് എ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, ആ വ്യക്തിയെ കൊണ്ട് ഒരു പ്രത്യേക ആശയം സ്വീകരിപ്പിക്കുക. അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിപ്പിക്കുക. ഒരാളെ പറഞ്ഞ് സ്വീകരിപ്പിക്കുക. എന്ത്? എ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഒരു പ്രത്യേക ആശയം. അതെങ്ങനെയാണ് ഒരാളെ കൊണ്ട് അഡോപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? ബൈ പ്രൊവൈഡിങ് ദം വിത്ത് വാലിഡ് ആൻഡ് ഓതന്റിക് ഡാറ്റ. വിശ്വാസയോഗ്യമായിട്ടുള്ള ഡാറ്റ, വിശ്വാസയോഗ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ട്. കാരണം ഒരു വ്യക്തിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഡാറ്റ, വിവരങ്ങൾ നൽകിയിട്ട് ഉണ്ടോ, വാലിഡ് ആൻഡ് ഓതന്റിക്, വാലിഡ് ആയിട്ടുള്ള, ഓതന്റിക് ആധികാരികമായിട്ടുള്ള രേഖകൾ നൽകിയിട്ട്. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് കോവിഡ് വന്നിട്ട് ഇത്ര ആളുകൾ മരണപ്പെട്ടു എന്നെങ്ങനെ വിശ്വസിപ്പിക്കാം? വാലിഡ് ഡാറ്റ, വിശ്വാസയോഗ്യമായ കണക്ക്. അപ്പൊ അത്തരത്തിലുള്ള കണക്കുകൾ, ഡാറ്റ വെച്ചുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഒരു പ്രത്യേക ആശയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിന്താഗതി ആളുകളെ കൊണ്ട് അങ്ങോട്ട് സ്വീകരിപ്പിക്കുക. അതല്ലെങ്കിൽ ആളുകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, പെർട്ടിക്കുലർ ആക്ഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് പറഞ്ഞു ചെയ്യിപ്പിക്കുക. അതാണ് പേഴ്സ്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ്. ഇത് ലാംഗ്വേജിന്റെ ഒരു ഫങ്ഷനാണ്. കാര്യമായിട്ട് ഈ ഫങ്ഷൻ എവിടെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയോ? ഈസ് യൂസ്ഡ് അക്രോസ് വേരിയസ് സെറ്റിങ്സ്. പല സാഹചര്യങ്ങളിലും, പല സെറ്റിങ്സിലും നമ്മൾ ഇത് പ്രയോഗിക്കാറുണ്ട്. സച്ച് ആസ് ഹോംസ്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കും. ഏതുപോലെ? നമ്മളെ വീട്ടിൽ ചില ആളുകൾ ചില സാധനങ്ങൾ, ഇപ്പൊ മസാലപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട്
ഇപ്പോൾ പല സാധനങ്ങളുമായിട്ട് ആളുകൾ വീട്ടിൽ വരും. അവരുടെ കഴിവാണ് പെർsuasion. അവർ പറഞ്ഞ് നമ്മളെ കൊണ്ട് അതങ്ങ് വാങ്ങിപ്പിക്കും, ആ ഒരു കഴിവ്. അപ്പോൾ വീടുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വർക്ക് പ്ലേസസ്, ജോലി സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം നമ്മൾ ഭാഷയുടെ ഈ ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏത് ഫങ്ഷൻ? പെർസ്വേഡ് എന്നുള്ളത്. അവസാനത്തേത് ടു മോട്ടിവേറ്റ് എന്നുള്ളതാണ്. ആളുകളെ മോട്ടിവേഷൻ, ആളുകൾക്ക് പ്രചോദനം നൽകുക. കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഹാൻസിങ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുന്നതിൽ കമ്മ്യൂണിക്കേഷന് വലിയ പങ്കുണ്ട്. മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ കൂട്ടുക, ആളുകളിലെ പ്രചോദനം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ പ്രചോദനം കൂട്ടിക്കൊണ്ടുവരുന്നതിൽ, മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുന്നതിൽ കമ്മ്യൂണിക്കേഷന് വലിയ പങ്കുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യുക? ബൈ പ്രൊവൈഡിങ് ക്ലാരിറ്റി ടു റെസിപ്പിയൻസ് ഓൺ വാട്ട് ആക്ഷൻസ് ദേ നീഡ് ടു അണ്ടർടേക്ക്. അതായത് റെസിപ്പിയൻസിനോട് അവരെന്ത് ചെയ്യണം, വാട്ട് ആക്ഷൻസ് ദേ നീഡ് ടു അണ്ടർടേക്ക്, അതിൻ്റെ മലയാളമാണ് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് റെസിപ്പിയൻസിന് ക്ലാരിറ്റി, വ്യക്തമാക്കി കൊടുക്കുക. അവർക്ക് അതങ്ങോട്ട് വ്യക്തമാകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവല്, അവരുടെ മോട്ടിവേഷൻ അങ്ങ് എൻഹാൻസ് ചെയ്യും. അതായത് ഒരു സംശയവും ബാക്കി നിൽക്കാത്ത രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ആൻഡ് ദ ഏരിയാസ് ദാറ്റ് റിക്വയർ ഇംപ്രൂവ്മെന്റ് ഇൻ കേസ് ഓഫ് പെർഫോമൻസ്. അതുപോലെ തന്നെ ദ ഏരിയാസ് ദാറ്റ് റിക്വയർ ഇംപ്രൂവ്മെന്റ്, ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ ഏരിയയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയയിലാണ് മാറ്റം വരേണ്ടതെന്ന്. എന്തിനു വേണ്ടിയിട്ട്? അത് പ്രത്യേകിച്ച് ഇൻ കേസ് ഓഫ് പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസിന്റെ കാര്യത്തിൽ, ഇപ്പൊ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതില് ആൻഡ് ദ ഏരിയാസ് ദാറ്റ് റിക്വയർ ഇംപ്രൂവ്മെന്റ് ഇൻ കേസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ, പ്രകടനത്തിന്റെ കാര്യത്തിൽ ഏതെല്ലാം ഭാഗത്ത് എവിടെയെല്ലാം ഇനി ഇംപ്രൂവ് ചെയ്യണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക. അതിനൊരു പ്രത്യേക രീതി ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ. അത് വേണ്ട രീതിയിലാണ് ഏൽക്കുമ്പോൾ മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യും, മോട്ടിവേഷൻ്റെ ലെവൽ അങ്ങോട്ട് കൂടും. അതുപോലെ തന്നെ അക്നോളേജിങ് പോസിറ്റീവ് ബിഹേവിയർ. നമ്മൾ ആളുകളിൽ നല്ല പെരുമാറ്റം, പോസിറ്റീവ് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാം. എന്താണ് അതുകൊണ്ട് അക്നോളേജിങ് പോസിറ്റീവ് ബിഹേവിയർ? എങ്ങനെയാണത് അക്നോളേജ് ചെയ്യുക? ത്രൂ റിവാർഡ്സ്, എന്തെങ്കിലുമൊക്കെ ചെറിയ സമ്മാനങ്ങൾ. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക. എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കേണ്ടത്? എന്തെങ്കിലും ചെറിയ റിവാർഡ് കൊടുക്കുക. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ കോൺട്രിബ്യൂട്ട് ടു സ്റ്റിമുലേറ്റിംഗ് മോട്ടിവേഷൻ. അങ്ങനെ ചെയ്യുന്നതിലൂടെ, അത് വാക്കുകൊണ്ടാവാം, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, കീപ് ഇറ്റ് അപ്പ്, നല്ല പ്രവൃത്തി അല്ലെ, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. അത്തരത്തിലൊരു റിവാർഡ്, ഒരു പ്രശംസ, ഒരു പോസിറ്റീവ് ബിഹേവിയർ കാണുമ്പോൾ, അത്തരത്തിൽ നമ്മുടെ വാക്കുകളിലൂടെ വരുമ്പോൾ അവരുടെ മോട്ടിവേഷനെ സ്റ്റിമുലേറ്റ്, ഉത്തേജിപ്പിക്കും, മോട്ടിവേഷൻ കൂടും. അപ്പോൾ ഒരാളിൽ മോട്ടിവേഷൻ, പ്രചോദനം, ഉത്സാഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാശ് ചെലവാക്കണമെന്നില്ല. നമ്മളെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. നല്ലത് കണ്ടു കഴിഞ്ഞാൽ, നല്ലത് കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കമൻസ് കൊടുക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാം, അവർക്ക് നല്ല പ്രചോദനം കിട്ടും. നോക്കൂ, ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിൽ ഫുൾഫിൽ ഓൾ ദീസ് ഫങ്ഷൻസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിൽ ഫുൾഫിൽ ഓൾ ദീസ് ഫങ്ഷൻസ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണോ ഈ പറഞ്ഞ 3 ഫംഗ്ഷനും നടക്കും. ഈ 3 ഫംഗ്ഷനും നടക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷന് പോരായ്മയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി കൺസിഡേർഡ് ഇഫക്റ്റീവ്
ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഫലപ്രദം എന്ന് കണക്കാക്കാൻ പറ്റും എപ്പോ? when it fulfills all its functions. ആ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും പൂർത്തീകരിക്കുമ്പോൾ, അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് സിമ്പിളായ കാര്യങ്ങളാണ്. അതിലുപരി നമ്മൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ പോലെയുള്ള ഒരു ടഫ് പേപ്പർ അല്ല ഇത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യാം, ശ്രമിക്കുക. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ പറയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കാണുക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.